പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഉസ്ബെക്കിസ്ഥാനിൽ മതപരിവർത്തനത്തിന് തയ്യാറാകാത്തതിനാൽ കൊല്ലപ്പെട്ട ഒരു മലയാളി യുവതി ഉണ്ടായിരുന്നു. പേര് സാവരിയ ബസന്ത്. ഈ സാവരിയ ബസന്തിന്റെ മരണം സംബന്ധിച്ച് പലതരത്തിലുള്ള ആരോപണങ്ങൾ ഉയർന്നിട്ടും നമ്മുടെ നാട്ടിലെ പല രാഷ്ട്രീയക്കാരും ആ വിഷയത്തിൽ ഒരു വാക്ക് പോലും മിണ്ടിയിട്ടില്ല. അപ്പോഴിതാ സാവരിയ ബസന്തിന്റെ മരണം അത് രാജ്യസഭയിൽ ഉന്നയിച്ചിരിക്കുകയാണ് സി സദാനന്ദൻ മാസ്റ്റർ. മരണത്തിൽ സംഘടിത മതപരിവർത്തന സംഘങ്ങൾക്ക് ബന്ധമുണ്ടോ എന്നത് അന്വേഷിക്കണം. സാവരിയുടെ കൊലപാതകത്തിൽ ദേശീയ ഏജൻസികളുടെ വിശദമായ അന്വേഷണം വേണമെന്നുമാണ് അദ്ദേഹം ആവശ്യപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാം. Honorable Chairman, sir, I seek to draw the attention of the government to the tragic death of Ms. Savariya Basant, a young MBBS student from Haripad. She left India with the dream of becoming a doctor. Tragically, she returned home in a coffin. According to reports, she was allegedly murdered by her classmate who has been arrested by Uzbek authorities, repeatedly pressured to convert her religion before the incident. These allegations deserve a comprehensive, impartial and time-bound investigation. If any conspiracy involving coercion, exploitation or unlawful religious conversion is established, those responsible must be brought to justice. Such allegations deserve a fair and evidence-based investigation. ആദർശുണ്ട് ഡൽഹിയിൽ നിന്ന്. ആദർശ, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം നമ്മൾ ആദ്യം തന്നെ പറയുകയായിരുന്നു, ഈ വിഷയം സാവരിയുടെ മരണമുണ്ടായിട്ട് ഒരു ജിഹാദിയാൽ കൊല്ലപ്പെട്ടിട്ട് അതിലേതെങ്കിലും രീതിയിലുള്ള പരിശോധനകൾ, അന്വേഷണം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ, അല്ലെങ്കിൽ അതിലേതെങ്കിലും ഒരു കൃത്യമായ നിലപാട് പറയാൻ കേരളത്തിലെ ഇടത് വലത് രാഷ്ട്രീയ നേതാക്കന്മാർ ആരും തയ്യാറാകാതിരിക്കുമ്പോഴാണ് സി സദാനന്ദൻ മാസ്റ്റർ ഇത് പാർലമെന്റിൽ ഉന്നയിക്കുന്നതും അതിൽ കൃത്യമായ ദേശീയ തലത്തിലുള്ള അന്വേഷണം തന്നെ ആവശ്യപ്പെടുന്നതും. വിശദാംശങ്ങൾ ആദർശ. പ്രജിത്ത് പറഞ്ഞതുപോലെ തന്നെയാണ്. കാരണം ഇത് കേരളത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണവും മറ്റുമൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഇതിനൊരു സമഗ്രമായിട്ടുള്ള അന്വേഷണം കേരളത്തിൽ നടക്കുന്നില്ല. ഈ ഒരു സാഹചര്യത്തിലാണ് രാജ്യസഭാംഗം സദാനന്ദ മാസ്റ്റർ ഈ വിഷയം സഭയ്ക്കുള്ളിൽ പ്രത്യേക പരാമർശത്തിലൂടെ ഉന്നയിക്കുന്നതും സമഗ്രമായ അന്വേഷണത്തിനായി ഇതിൻ്റെ അന്വേഷണം കേന്ദ്ര ഏജൻസികൾക്ക് കൈമാറണമെന്ന് അദ്ദേഹം ആവശ്യപ്പെടുകയും ചെയ്തു. മാത്രമല്ല, ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിട്ടുള്ള മതം മാറ്റ സംഘങ്ങൾ പ്രേരണ അടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹം പരാമർശിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ വിഷയത്തിൽ സമഗ്രമായ അന്വേഷണം എന്നുള്ള ഒരു സമീപനം സദാനന്ദ മാസ്റ്ററുടെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുന്നത്. എങ്ങനെയാണ് ഈ പെൺകുട്ടിയെ വിദേശത്ത് പഠിക്കുന്നതിനായി ഉസ്ബെക്കിസ്ഥാനിലേക്ക് എത്തുന്നത്, അതിനായിട്ടുള്ള റിക്രൂട്ടിംഗ് ഏജൻസിയെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ അഡ്മിഷൻ ശരിയാക്കി കൊടുക്കുന്ന വിദ്യാഭ്യാസ കൺസൾട്ടിംഗ് സ്ഥാപനം ഉൾപ്പെടെയുള്ളവരെ കുറിച്ചുള്ള അന്വേഷണം വേണമെന്നും ഈ സദാനന്ദ മാസ്റ്റർ ആവശ്യപ്പെടുന്നു. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് ശരീരമാസകലം ക്രൂരമായ മർദ്ദനമേറ്റ പാടുകളുണ്ടായിരുന്നു. സഹപാഠിയായ മലപ്പുറം പുലാമന്തൂൾ സ്വദേശി സദറുൽ ആനം ഈ സംഭവത്തിൽ ഉസ്ബെക്കിസ്ഥാനിൽ അറസ്റ്റിലായിട്ടുണ്ട് എന്ന് സദാനന്ദ മാസ്റ്റർ ചൂണ്ടിക്കാട്ടുകയും ചെയ്യുന്നു. ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അന്വേഷണം സംബന്ധിച്ചുള്ള വിവരങ്ങളൊന്നും തന്നെ ഇപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് പുറത്തുവിടുന്നില്ല എന്നുള്ളതും ഏറെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം ഈ വിഷയത്തിൽ മതപരിവർത്തനം ശ്രമം ഉണ്ടായി, അതുമല്ലെങ്കിൽ മതപരിവർത്തനത്തിനിടയിലാണ് ഈ പെൺകുട്ടിയെ ക്രൂരമായി മർദ്ദിച്ച് കൊല്ലുന്നത് എന്നുള്ള ആരോപണം പെൺകുട്ടിയുടെ ബന്ധുക്കളുടെ ഭാഗത്തു നിന്നുണ്ടായതിനു ശേഷം ഈ സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച അന്വേഷണം പോലും വഴിമുട്ടിയ നിലയിലാണ് എന്നതാണ് യാഥാർത്ഥ്യം. ഈ ഒരു സാഹചര്യത്തിലാണ് സദാനന്ദൻ മാസ്റ്റർ ഈ വിഷയം രാജ്യസഭയിൽ ഉന്നയിക്കുകയും കേന്ദ്ര ഏജൻസികളുടെ സമഗ്രമായ അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരിക്കുന്നത്. മാത്രമല്ല, ഈ മതപരിവർത്തന സംഘങ്ങളെ കേരളത്തിലെ പോലീസിനോ കേരളത്തിലെ ഏതെങ്കിലും ഒരു അന്വേഷണ ഏജൻസിക്കോ ഈ മതപരിവർത്തന സംഘങ്ങളെയോ ജിഹാദികളെയോ ചോദ്യം ചെയ്യാനോ അല്ലെങ്കിൽ അവരെ നേരിടാനുള്ള ധൈര്യമുണ്ടോ? അതിനവർക്ക് നേതൃത്വം നൽകുന്ന അല്ലെങ്കിൽ അവർക്ക് മുകളിൽ വിരാജിക്കുന്ന രാഷ്ട്രീയ നേതൃത്വം അനുവാദം നൽകുമോ? ആദർശ്. തീർച്ചയായും പ്രജിത്ത്, കേരളത്തിൽ നമുക്കറിയാം അവിടുത്തെ രാഷ്ട്രീയം എന്ന് പറയുന്നത് അവിടുത്തെ രാഷ്ട്രീയ നേതൃത്വത്തിന് പലപ്പോഴും ഇത്തരത്തിലുള്ള മതപരിവർത്തന സംഘങ്ങളുമായിട്ട് പല ഒത്തുതീർപ്പുകളും നടത്തേണ്ടി വരും. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ സംസ്ഥാനത്ത് നടക്കുന്ന അന്വേഷണം തൃപ്തികരമല്ലാതെ മുന്നോട്ട് പോകുന്നത്. അവിടെ ഈ രീതിയിൽ ജിഹാദി പ്രവർത്തനം, അതുമല്ലെങ്കിൽ ഇസ്ലാമിലേക്ക് മതം മാറ്റാനുള്ള ശ്രമം നടക്കുന്നു എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവർ ഈ കേരളത്തിൻ്റെ ശത്രുവായി മാറുന്ന ഒരു സാഹചര്യം അവിടുത്തെ രാഷ്ട്രീയ നേതൃത്വം സൃഷ്ടിച്ചെടുത്തിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു പശ്ചാത്തലം
പശ്ചാത്തലത്തിലാണ് ഉസ്ബെക്കിസ്ഥാനിൽ ഒരു മലയാളി പെൺകുട്ടി മതപരിവർത്തന ശ്രമത്തിനിടയിൽ കൊല്ലപ്പെടുമ്പോൾ അതിൽ കേന്ദ്ര ഏജൻസികളുടെ സമഗ്രമായ അന്വേഷണം വേണമെന്നുള്ള ആവശ്യം പ്രസക്തമാകുന്നതും ആ ആവശ്യം രാജ്യസഭയിൽ സദാനന്ദ മാസ്റ്റർ ഉന്നയിക്കുകയും ചെയ്തിരിക്കുകയാണ്. എന്തായാലും കേരള സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ അന്വേഷണ ഏജൻസികൾക്ക്, കേരള പോലീസിന്, കേരളത്തിലെ ക്രൈംബ്രാഞ്ചിനൊക്കെ തന്നെ വിദേശത്ത് നടന്ന ഒരു കൊലപാതകവുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ പരിമിതികളുണ്ട് എന്നുള്ള കാര്യം മുഖ്യമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കും ഒക്കെ അറിയാം. എന്നിട്ടും അവർ ക്രൈംബ്രാഞ്ച് അന്വേഷണം എന്നുള്ള നിലപാടിൽ തന്നെ നിൽക്കുകയാണ്. അവർ ഈ വിഷയത്തിൽ കേന്ദ്ര അന്വേഷണം, അതുമല്ലെങ്കിൽ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം, CBI അന്വേഷണം ഒക്കെ ആവശ്യപ്പെട്ടുകൊണ്ട് കേന്ദ്ര സർക്കാരിന് കത്ത് നൽകേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇത്തരത്തിൽ സംസ്ഥാനത്തിൽ അധികാരത്തിലിരിക്കുന്ന സർക്കാരിൽ നിന്ന് യാതൊരു ഇടപെടലും ഈ ഒരു സംഭവത്തിൽ ഉണ്ടാകാത്ത സാഹചര്യത്തിൽ കൂടിയാണ് പ്രത്യേക പരാമർശത്തിലൂടെ രാജ്യസഭയിൽ സദാനന്ദ മാസ്റ്റർ ഈ വിഷയം ഉന്നയിച്ചിരിക്കുന്നത് എന്നതും ഏറെ ശ്രദ്ധേയമാണ്. പ്രജിത്ത്. ഓക്കെ ആദർശ്, അത് തന്നെയാണ്. കാരണം കേരളത്തിൽ ഈ അന്വേഷണം നടത്തുന്നത് അത് ഒരു പ്രഹസനമാണെന്ന് എല്ലാവർക്കും അറിയാം. അതെങ്ങനെയെങ്കിലുമൊക്കെ നടത്തി ഒതുക്കി തീർത്തി പോകാനാണ് സംസ്ഥാന സർക്കാരിനും താല്പര്യം. പക്ഷേ അതിനപ്പുറത്തേക്ക് സദാനന്ദൻ മാസ്റ്റർ പോലെയുള്ളവരുടെ ഇടപെടലുകൾ കൊണ്ട് ഈ വിഷയത്തിൽ ദേശീയ തലത്തിൽ ദേശീയ അന്വേഷണ ഏജൻസികളുടെ ഒരു അന്വേഷണം വരികയും അതിൽ ഈ ജിഹാദി സംഘടനകളുടെയൊക്കെ അജണ്ടകൾ അത് പൊളിച്ചെഴുതുകയും ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം.